തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി ബാനർ ഉൾപ്പെടെയുള്ളവ ഉയർത്തിപ്പിടിച്ച് പ്രതിഷേധിക്കുകയാണ്. പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റാനായി പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. 4 വട്ടം ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവിടെ നിന്ന് മാറാതെ പ്രതിഷേധവുമായി മുന്നോട്ട് തന്നെയാണ് പ്രതിഷേധക്കാർ. ആ ദൃശ്യങ്ങളിലേക്ക്. അവസാനിപ്പിക്കാൻ സ്വാന്തന സാജു വിവരങ്ങൾ നൽകും. സ്വാന്തന, എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം? അമൃത, നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇത് മാത്രമല്ല, ഈ പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഈ ഒരു സെക്രട്ടേറിയറ്റ് പരിസരത്ത് നിലനിൽക്കുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രവർത്തകർ ഈ സെക്രട്ടേറിയറ്റ് വളപ്പിലേക്ക് ചാടി കയറാൻ ശ്രമിക്കുകയാണ്. അത് മാത്രമല്ല, അത് തടയുന്ന പോലീസിന് നേരെ ഈ പോലീസിന്റെ ഷീൽഡും മറ്റും തകർക്കുന്ന ഒരു സംഭവം വരെയും ഇവിടെ അല്പസമയം മുമ്പ് ഉണ്ടായി. നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പല ഇടങ്ങളിലായി സെക്രട്ടേറിയറ്റിന്റെ ഈ റോഡിൽ ഇന്ന് പല ഇടങ്ങളിലായി ഇത്തരത്തിൽ പ്രവർത്തകർ കൂടി നിൽക്കുകയും പല ഇടങ്ങളിലൂടെ സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തുകയുമാണ് ഇപ്പോൾ ഈ ഒരു സമരക്കാർ ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിനിടയിൽ വലിയ രീതിയിൽ പോലീസും പ്രവർത്തകരുമായി ഉന്തും തള്ളും നടന്നിട്ടുണ്ട്. അവരുടെ ഷീൽഡ്, പോലീസിന്റെ ഷീൽഡ് അടക്കം ഈ പ്രവർത്തകർ അടിച്ച് പൊട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിനകത്തേക്ക് കയറാൻ സമ്മതിക്കാത്തത് അത് തടഞ്ഞ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഷീൽഡാണ് ഈ തകർത്തത്. അത് മാത്രമല്ല, ഈ കുപ്പിയും ഈ പോലീസിന്റെ ലാത്തി തന്നെ വാങ്ങിച്ച് തിരിച്ച് പോലീസിനെ എറിയുന്ന ഒരു സംഭവം ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ ഇപ്പോഴും ഇവിടെ തുടരുകയാണ്. ഈ ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിലേക്ക് ഇന്ന് മാർച്ച് നടന്നത്. ആ മാർച്ചിലാണ് വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ നിലനിൽക്കുന്നത്. വിരിഞ്ഞു പോകാൻ തയ്യാറാകാതെ പ്രവർത്തകർ ഇങ്ങനെ തടിച്ച് കൂടി നിൽക്കുകയാണ്. അത് ഒരിടത്തല്ല, പല ഇടങ്ങളിലായി പ്രവർത്തകർ ആ തടിച്ചുകൂടി നിൽക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ആദ്യം വന്ന് കയറി അവിടെ നിന്നാണ് ഈ ഒരു മാർച്ച് ആരംഭിച്ച സെക്രട്ടേറിയറ്റ് പടിക്കലേക്ക് എത്തിയത്. വന്ന ഉടൻ തന്നെ ഈ ബാരിക്കേഡുകൾ തല്ലിമറിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് ഈ സമരക്കാർ നടത്തിയത്. പക്ഷേ അപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ട് അത് തടയാൻ ശ്രമിച്ചു. ആദ്യം ജലപീരങ്കി പ്രയോഗിച്ചതിന് പിന്നാലെ ഈ ജലപീരങ്കി വാഹനത്തിലേക്കും അതുപോലെ തന്നെ പോലീസിന് നേരെയും കുപ്പിയും മറ്റ് വടികളും ഒക്കെ എറിഞ്ഞുകൊണ്ടുള്ള ആക്രമിക്കാനുള്ള ഒരു ശ്രമമാണ് ഈ പ്രവർത്തകർ നടത്തിയത്. പിന്നാലെ തന്നെ വീണ്ടും 3 തവണ കൂടി ജലപീരങ്കി ഉപയോഗിച്ചു.
ഉപയോഗിച്ചു. അങ്ങനെ 4 തവണ ജലപീരങ്കി ഉപയോഗിച്ചതിന് പിന്നാലെയാണ് നോർത്ത് ഗേറ്റിന് മുന്നിൽ തടിച്ചുകൂടിയിരുന്ന പ്രവർത്തകർ മറ്റിടങ്ങളിലേക്ക് സെക്രട്ടേറിയറ്റ് വളപ്പിലെ മറ്റിടങ്ങളിലേക്ക് വന്നുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിലേക്ക് ചാടി കയറാനുള്ള ഒരു ശ്രമം നടത്തിയത്. അതിനിടെയാണ് സംഘർഷഭരിതമായ ഒരു അവസ്ഥ ഉടലെടുത്തത് എന്ന് പറയാൻ കാരണം പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉണ്ടും തള്ളും നടന്നു. പ്രത്യേകിച്ച് ഈ സ്ത്രീ പ്രവർത്തകരുമായി വലിയ രീതിയിലുള്ള ഒരു വാക്കേറ്റവും ഒക്കെ തന്നെ പോലീസുമായി ഉണ്ടായി. അതിപ്പോഴും തുടരുകയാണ്. പല ഇടങ്ങളിലേക്കായി ഓടിക്കൊണ്ട് ഈ പ്രവർത്തകർ ഇതിനകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. അതിനിടയിൽ ഈ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ബാനർ ഉയർത്തി ആശാവർക്കർമാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഈ സമരക്കാര് ചെയ്തിട്ടുണ്ട്. ഈ ആശാവർക്കർമാരെ പരിഗണിക്കണം എന്നൊരു ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവർ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ വളരെ തുച്ഛമായ വേതനം കിട്ടുന്ന ആശമാർക്ക് വേതനം കൂടുതൽ നൽകണം എന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ സമരം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ തന്നെയും ഇവിടെ എത്തി ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. അത് മാത്രമല്ല ഈ പല കോൺഗ്രസ് നേതാക്കൾ എത്തിയത് മാത്രമല്ല ഇന്ന് അടക്കം ഈ കോൺഗ്രസ് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലർ അത് കത്തിച്ചുകൊണ്ട് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് തലത്തിൽ സമരം നടക്കുന്നുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും സെക്രട്ടേറിയറ്റിലേക്ക് എത്തി മാർച്ച് സംഘടിപ്പിച്ചത്. ആ മാർച്ചാണ് അമൃത ഇപ്പോൾ സംഘർഷഭരിതമായ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിരവധി പ്രവർത്തകർ, പ്രത്യേകിച്ച് സ്ത്രീകളടക്കമുള്ള നിരവധി പ്രവർത്തകരാണ് ഈ മാർച്ചിന്റെ ഭാഗമായി എത്തുകയും വന്ന് കയറിയ ഉടൻ തന്നെ ബാരിക്കേഡുകൾ തള്ളിക്കൊണ്ട് സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്തത്. പോലീസ് 4 തവണ ലാത്തി വീശി ഇവരെ തടയാൻ ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചില്ല എന്നുള്ളതാണ്. മറ്റിടങ്ങളിലേക്ക് കൂടി പല സമരങ്ങളും ഇന്ന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആശാവർക്കർമാരുടെ സമരത്തിൽ നിരവധി ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. അത് മാത്രമല്ലാതെ പല സമരങ്ങളും സെക്രട്ടേറിയറ്റ് പഠിക്കൽ നടക്കുന്നുണ്ട്. അപ്പോൾ സമരങ്ങളെല്ലാം കടന്ന് ഇപ്പം സെക്രട്ടേറിയറ്റിന്റെ ഒരു ഗേറ്റിലേക്ക് ഇവർ എത്തിയിരിക്കുകയാണ്. ഇവിടെയും ബാരിക്കേഡ് വെച്ച് പോലീസ് തടയാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ടെങ്കിലും പോലീസ് ഇവർ അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം തന്നെയാണ് നടത്തുന്നത്. കാണുന്നത് ഈ സൗത്ത് ഗേറ്റിന്റെ അടുത്ത് ഇവർ ഈ പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്ന ഒരു ദൃശ്യങ്ങൾ തന്നെയാണ്. ഇവിടെയും നേരത്തെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഈ പോലീസ് പ്രവർത്തകരുമായി ഈ ഉണ്ടും തള്ളും നടക്കുകയാണ്. ബാരിക്കേഡുകൾ തള്ളിപ്പറിച്ചിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വലിയ രീതിയിൽ ഇവർ പോലീസും ആയി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പോലീസിനെ തിരിച്ച് തള്ളുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നിരവധി പ്രവർത്തകരാണ് ഈ നോർത്ത് ഗേറ്റിൽ അവിടെ നിന്നും ഇപ്പോൾ സൗത്ത് ഗേറ്റിന്റെ അവിടേക്ക് എത്തി ഈ പരിസരത്ത് തടിച്ചുകൂടിയിരിക്കുന്നത്. നിരവധി പോലീസുകാർ ഈ ഭാഗത്തേക്ക് എത്തുന്നുണ്ട്. എന്നാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ഒരു തരത്തിലും ഈ പ്രവർത്തകരെ നിയന്ത്രിക്കാൻ